പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ചിരിച്ചുകൂടാ? പല സ്ത്രീകളും വിവാഹത്തിന് ശേഷം എന്റെ കൂടെ പഠിച്ച പിള്ളേരെയൊക്കെ കണ്ട അന്തിച്ചു പോയി ഇപ്പൊ അവരുടെ രൂപം കണ്ടാൽ. കാരണം ഒരുപാട് ഘട്ടങ്ങളിൽ ഉള്ളിൽ കൂടി പോകുന്ന ഘട്ടങ്ങളിൽ പോലും പോകുന്നൊരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് വേദനയും വിഷമവും ഇല്ലാഞ്ഞിട്ടല്ല, ഒത്തിരി വിഷമതകളുടെ ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇന്ന് വരെ മോശപ്പെട്ടോ എന്റെ മുഖം കറുത്തോ ഒരാൾ കണ്ടു കാണില്ല. അത് പുറത്ത് കാണിക്കാൻ കഴിവില്ലാത്തോണ്ടല്ല, നമ്മളതിന് മറ്റൊരാളുടെ മുമ്പിൽ കാണിക്കണം. അത് അവരുടെ ശാപവും കൂടെ പിടിച്ചു പറ്റാൻ. നിറഞ്ഞു നിൽക്കുന്ന ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോയി ഇങ്ങനെ നിൽക്കുക, അവിടെ തന്നെ കൂട്ടത്തിൽ കയറ്റി വിട്ട് നമ്മൾ നടയിൽ നിന്നാൽ മതി, നമ്മളെ എടുത്തോണ്ട് പൊക്കോളുമല്ല ആൾക്കാർ. തിങ്ങി അതിന്റെ നടയിൽ ചെന്ന് അവിടെയല്ല ഇവിടെയല്ല അത് ആടി ആടി നമ്മളിങ്ങനെ നിന്നോണ്ടിരിക്കുക. കാരണം ജനങ്ങളുടെ നടുക്ക് നിന്നോളുക തൊഴുതോളുക എന്ന് പറയുന്നതിന് നമ്മുടെ കൃഷ്ണനെ നോക്കുന്നതിന് ഒരാൾ ഹരിശ്രീ അശോകൻ അവിടെ, ഒരു പെണ്ണമ്പുഴയുടെ കയ്യിൽ എന്റെ കവള്. അയ്യോ ഹരിശ്രീ അശോകൻ എന്റെ കൂടല്ല താമസം, ചേച്ചി ഒരു മിനിറ്റ്. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവര് ജഗതിക്ക് അസുഖം എങ്ങനെ ഉണ്ട്? വയറ്റിന്റെ അടിയിൽ കൂടെ ഒരു പെണ്ണുമ്പിള്ള കേക്ക് നിന്ന് തൊഴുന്ന. അങ്ങനെ ഒരു കാര്യം ഈശ്വര നല്ലത് വരുത്തണെന്ന് പറഞ്ഞു എന്റെ മൂടി വേറൊരു ചേച്ചിയുടെ കയ്യില്. എന്നാ എവര് വന്നത് എന്തിനു തൊഴാനല്ലേ? അല്ല. ഇതിനിടയ്ക്ക് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ചീത്ത പറയോ? ഇല്ലേ? ഇല്ല, ചിരിച്ചുകൊണ്ടേ നിൽക്കാനൊക്കൂ. കാരണം ഞാൻ പൊതുസ്വത്താണ്. അവരുടെ മുമ്പിൽ എന്റെ ദേഷ്യം കാണിച്ച് നിങ്ങൾ ആരെന്റെ ദേഹത്തോടാന്ന് ചോദിച്ചാൽ പോടി, പിന്നെ എന്റെ സിനിമ കണ്ടവരെന്നെ ചീത്ത വിളിക്കും, ഇല്ലേ? അപ്പോ ഈ പോസിറ്റീവ് എനർജി ഇല്ലേ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ചിരിച്ച് ഞാൻ ഈ സമൂഹം ഇപ്പൊ നമ്മൾ ലേഡി ഡോക്ടേഴ്സോ അല്ലെ ഈ സമൂഹത്തിൽ പല സ്ഥലത്ത് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു പുരുഷനാണ് അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നത്, നമുക്ക് ചോദിക്കാം ഇത് എന്തോ അനിയാ ഇത് ഇത്ര മണിക്ക് തിരിക്കും? അതെ അതെ മാഡം. അതേ ഒരു പെണ്ണിനോട് ചോദിക്കട്ടെ, എപ്പോ തിരിക്കും? തിരിക്കാൻ ചോദിക്കാതെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? അതാണ് പെണ്ണ്. ശ്രദ്ധിക്കുക നിങ്ങൾ. കാരണം എന്റെ അനിയൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അമൃത ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ 3 സിസ്റ്റേഴ്സും കൂടെ ഓടുക. ഭക്ഷണം പോലും ഞങ്ങൾ കഴിച്ചിട്ട് ദിവസം 3 ആയി. ഈ ഓടി ICUയുടെ അടുത്തോട്ട് പോകുമ്പോൾ ആൾക്കാർ മൊബൈലും കൊണ്ട് നിൽക്കുകയാണ്. അവനെ ഇന്ന് കിട്ടുമോ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഇതിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ചേച്ചി ഒരു മിനിറ്റ് ചേച്ചി ഉറ ചേച്ചി ലെഫ്റ്റ് നിൽക്കുക, കല ചേച്ചി നിൽക്കുക, വേണമെങ്കിൽ അവിടെ നിന്ന് ഒരൊറ്റ അടി കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അതിന് പകരം ചെയ്തത് എന്താണെന്നറിയോ? മുന്നേ തെറ്റിദ്ധരിക്കല്ലേ, എന്റെ അനിയൻ സീരിയസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഈ നിന്നവര് മൊത്തം കൂടിയിട്ട് വിഷമിക്കണ്ട ചേച്ചി, എന്താവശ്യമുണ്ടോ ഞങ്ങളുണ്ട്. അതെ ഞങ്ങളുടെ ഇന്ന അമ്പലത്തിൽ ഇന്നത് കൊടുത്താൽ ഇന്നത് വരും. ഇവരേറ്റെടുത്തു കാര്യങ്ങൾ, പിന്നെ ഞങ്ങൾക്കറിയണ്ട. അത് പഠിക്കാൻ നിങ്ങൾ നോക്കുക. മാക്സിമം സോഫ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കാൻ. എത്ര തിളച്ചു പറയുന്നു എന്തൊക്കെ പ്രശ്നമായാലും അത് നടന്നു തന്നെ തീരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം കിട്ടും. എന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ. ഈ തീ ചവിട്ടി നിൽക്കുമ്പോഴായിരിക്കും ഒരുത്തം വിളിച്ചിട്ട് ഇന്നലെ വോഡഫോൺ കണ്ടു, എന്താണ് ആ ഡ്രസ്സിന്റെ കളർ അങ്ങനെ? ഇവിടെ നമ്മൾ കയ്യെ കാശില്ലാതെ ഏതോ ബുദ്ധിമുട്ടിൽ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ അറിയേണ്ടത് കളർ എങ്ങനെയെന്ന് അറിയേണ്ടത്. എന്തിനാണ് ചീത്ത പറയണം? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ റീസൺ അതാണ്, നമ്മൾ അമ്മമാരാണ്, നമ്മൾ ശക്തിയാണ്. അത് ആലോചിക്കുക. നമ്മുടെ പവർ വെറുതെ ദേഷ്യപ്പെട്ടോ ദുർമുഖം കാണിച്ചോ കളയാതിരിക്കുക. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ചേട്ടൻ പറഞ്ഞില്ലേ, രാഹുൽ ചേട്ടൻ നിങ്ങളോട് പറഞ്ഞ പോലെ ആത്മഹത്യകൾ പെരുകുന്നു. എങ്ങനെ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് അമ്മ ചാനൽ മാറ്റിയതിന് വഴക്ക് പറഞ്ഞതിനവൻ പോയി തൂങ്ങി. നിങ്ങൾ മക്കളുടെ കയ്യിലാണ് നാട്. നിങ്ങൾ ആദ്യം ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞില്ല ഈ പോസിറ്റീവ് എനർജി കൂടുള്ള ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മൾ എത്ര അടുത്ത ഫ്രണ്ട്സ് ആയാലും അവരെ മറ്റൊരാളുടെ മുമ്പിൽ അപമാനിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ കുഞ്ഞുങ്ങളാണ്, എന്തും പറയാം. ചേച്ചി ഇവൻ മോഹൻലാലാവാൻ പോവേണ്ട, പക്ഷെ ഇവന്റെ മോന്ത ഇവൻ നോക്കിയിട്ടുണ്ടോ എന്ന് സംശയം കണ്ണാടി എന്ന് നിങ്ങൾ പറയുന്ന വാക്ക് അവന്റെ മനസ്സിൽ, അവൻ അതിലും വലിയൊരാളായാലും മനസ്സിന്റെ ആ മുറിവ് ഉണങ്ങൂല. വേദനിപ്പിച്ച ഒരാളോട് കഴിയുന്നതും സംസാരിക്കാതിരിക്കുക, ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക. എന്നോടൊരാൾ ചോദിച്ചാൽ എന്റെ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ് ഒരു തെറ്റ്, അത് മറ്റൊരാൾ അത് പറഞ്ഞ് പരത്തി 100 പേരോട് ഇത് പറഞ്ഞു പരത്തി അവരിലൊക്കെ വിഷം നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ കൂട്ടത്തോടെ അവസാനം ഇത് ആരയച്ചോ അവരുടെ നെഞ്ചത്തോട്ടെ ആ വിഷം വരുള്ളൂ. നന്മ തന്നെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം. എന്തിനു വേണ്ടി? ഒരു വിഷമം നിങ്ങൾക്ക് വന്നു, മരിച്ചാൽ കൊള്ളാം. പ്ലസ് ടു ഇതെന്തോ തോറ്റ ഒരു കൊച്ചിന്നലെ ആത്മഹത്യ ചെയ്തു. ന്യൂസ് അറിഞ്ഞ് 5 മിനിറ്റിൽ ആ കുട്ടി സൂയിസൈഡ് ചെയ്തു ട്രിവാൻഡ്രത്ത്. ആ വീട്ടുകാരുടെ ദണ്ണം നിങ്ങൾ ആലോചിച്ച് നോക്കും. മരണം വരെ അവരുടെ നെഞ്ചിലെ തീയായിട്ടാണ് ഈ പൊന്നുപോലെ കാത്തു വളർത്തിയ നിങ്ങൾ ചെയ്യുന്നത്, ഇല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്തിന് ഞാൻ ആത്മഹത്യ ചെയ്യണം? അത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കിട്ടിയില്ല, ചാകും. അവളാണോ ഈ ലോകത്ത് അവസാന വാക്കെന്ന് ആദ്യം ചിന്തിക്കുക. ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ ഇതാണോ അവസാന വാക്ക്? അത് ചിന്തിക്കുക ആദ്യം. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒന്നും അവസാന വാക്കല്ല. മനുഷ്യജന്മം
ഏറ്റവും പുണ്യം ചെയ്ത നമ്മൾ, അത്ര പുണ്യം ചെയ്താലേ മനുഷ്യനായി നമുക്കൊരു ജന്മം കിട്ടുമെന്നുള്ളതാണ്. ഈ മനുഷ്യ ജന്മത്തിൽ ആരെയും നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടൂല, ഉപദ്രവിക്കാതിരിക്കാമോ, മറ്റൊരാളെ കുറിച്ച് ദോഷം പറയാതിരിക്കാമോ, അത് തന്നെയാണ് നാം ദൈവമാവുന്നതിന്റെ ഏറ്റവും വലിയ നന്മ. അതാണ് അമൃതാനന്ദമയ്യമ്മ എടുത്താലും ഭഗവാൻ ബാബ എടുത്താലും റാം സൂരത് കുമാറിനെ പോലുള്ള